ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോണു. ഈ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ചില സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്കും ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്കുണ്ടാകുന്ന ചില സമയത്ത് വെച്ചാൽ ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ ആകെ ഒരു തരം ടെൻഷനായിരിക്കും. ഒരു മൂഡ് ഓഫ്. എന്നാലും അതിന്റെ കാരണം എന്താന്ന് ഒരിക്കൽ പോലും എനിക്കത് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കര മൂഡ് ഓഫ്. മൂഡ് ഓഫ് വെച്ചാൽ ഒന്നും ചെയ്യാൻ തോന്നൂല. വെറുതെ ഇങ്ങനെ കിടക്കുക. അല്ലെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. ഓഫീസിലേക്ക് പോകാൻ താല്പര്യമില്ല. കുട്ടികളെ അടുത്ത് ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വെറുതെ ചിലപ്പോ ഫോണിൽ മാത്രം ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുക. എന്നാ ഒന്നും കാണുകയല്ല. ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ഉറങ്ങുക. അത് ഫുഡ് കഴിക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല. ആരോ സംസാരിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരിക. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥ ചില സമയങ്ങളിൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം ഒക്കെ വരികയും ചെയ്യും ട്ടോ. ഈ ഒരു അവസ്ഥ ആര് വീട്ടിലേക്ക് ആരോ വരികയെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് വീട്ടിലില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാകും. കാരണം എനിക്ക് അവരോട് ഫേസ് ചെയ്യാനോ അവരോട് സംസാരിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. ദേഷ്യമാണ് മെയിനായിട്ട് വരിക. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർക്കതൊരു പ്രയാസം ഉണ്ടാവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറുക. അല്ല അൽഹംദുലില്ലാഹ് എന്താ വെച്ചാൽ എന്റെ മക്കൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനെന്ന് പറയുമ്പോൾ മക്കൾ പെട്ടെന്ന് അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. അവരെന്റെ അടുത്ത് അങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ വരുമൊന്നുമില്ല ട്ടോ. പക്ഷെ കുറെ 2, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഇതിനൊരു മാറ്റം വരുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെയല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ഒന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് മാറ്റം വരുത്തില്ല. ഒന്നെങ്കിൽ യാത്ര പോവാം. ഒറ്റയ്ക്ക് ചിലപ്പോൾ ബസ് കയറി ഒന്ന് വയനാടോ അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ട് കുറച്ച് സമയം ബീച്ചിലിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യും ട്ടോ. അങ്ങനെ സമയത്ത് എനിക്ക് ഒരു മാറ്റം ഉണ്ടാകും. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ. ഇങ്ങനെ വടി പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഞാനൊരു മെസ്സേജ് ഇടുന്നത് എന്താ വെച്ചാൽ ഒരു വീഡിയോ ഇടുന്നത് എന്താ വെച്ചാല് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരെ തോന്നാറുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്ത് മാറ്റുന്നത് എന്നുള്ളത് ഒന്ന് പറയാം. അതൊന്ന് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവാം. ഒരു യാത്ര ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചില ആളുകൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടം. അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക. അല്ലെ വെറുതെ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കുക. കഴിയുന്നത് യാത്രയിലൂടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നമ്മളെ മൈൻഡിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാഴ്ചകൾ കാണുമ്പോൾ അറിയാതെ നമ്മളെ മൈൻഡ് അതിലേക്ക് പോകും. നമ്മളെ ഉള്ളില് ഇതുവരെ ഉണ്ടായിരുന്ന ഫീലിങ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഒഴിവായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പിന്നെ കുറെ ചില സമയത്ത് കുറച്ച് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ കേട്ട് നോക്കും. പക്ഷെ നമ്മൾക്ക് മാത്രമായിട്ട് നമ്മളെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സത്യം. അങ്ങനെ ഒരു യാത്രയായിരുന്നു ട്ടോ ഈ ഒരു വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുള്ള ഞാനും എന്റെ മോളും കൂടി പോയത്. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുവോ?